നമസ്കാരം ട്രേഡേഴ്സ്, ഞാൻ സിയാദ് ഇല്ലിക്കൽ. അങ്ങനെ നമ്മൾ ഒരു പുതിയ ആഴ്ചയിലേക്ക് കടക്കുകയാണ്. ഞായറാഴ്ച ദിവസം ഇന്ന് നമുക്ക് മാർക്കറ്റ് ഔട്ട്ലുക്ക് നമുക്ക് നോക്കാം. ഈ ഒരു ആഴ്ചയിൽ ഗ്ലോബൽ ഈവൻറ്റ് ഒരുപാടുണ്ട്. അത് കൃത്യമായിട്ട് തന്നെ വാച്ച് ചെയ്ത് ട്രേഡ് പ്ലാൻ ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. കാരണം ഗ്ലോബൽ ഈവൻറ്റുകളെല്ലാം തന്നെ ഇപ്പോൾ ട്രേഡിങ്ങിൽ വലിയ തോതിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അത് എല്ലാ കാലവും ചെലുത്തുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത്തരധികം അൺസർട്ടനിറ്റി നിലനിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് തന്നെ മാർക്കറ്റിനെ സമീപിക്കേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയിലേക്ക് നമുക്ക് നോക്കാം. നിഫ്റ്റിയുടെ ചാർട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 24,700 നിഫ്റ്റി ഓപ്പൺ ചെയ്തത് തിങ്കളാഴ്ച. 24,500 രണ്ട് തവണ ലോ ക്രിയേറ്റ് ചെയ്തു. RBIയുടെ റേറ്റ് കട്ട് 50 ബേസ് പോയിന്റ് ഉള്ളത് കൊണ്ട് 25,000 മാർക്കറ്റിന് പോകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തിങ്കളാഴ്ചത്തെ ലോ രണ്ട് തവണ ടെസ്റ്റ് ചെയ്തതിനു ശേഷം മാർക്കറ്റ് അതിശക്തമായ രീതിയിൽ മുകളിലേക്ക് പോയി. തിങ്കളാഴ്ചയിലെ ഓപ്പണിംഗ് റേഞ്ചിൽ നിന്ന് 285 പോയിന്റിന്റെ ഒരു റാലി ഇന്ന് ഈ ഒരു ആഴ്ച കഴിഞ്ഞ ആഴ്ച നിഫ്റ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി കഴിഞ്ഞ നമ്മളെ മാർക്കറ്റിന്റെ ക്ലോസിന് ശേഷം ഈ വളരെയധികം അൺസർട്ടനിറ്റി നിലനിന്ന US മാർക്കറ്റും വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് ക്ലോസ് നടത്തിയിട്ടുള്ളത്. ജോബ് ഡേറ്റ് വന്നു. കൂടാതെ തന്നെ ചൈനയായിട്ട് ഈ ഒരു തിങ്കളാഴ്ച ദിവസം അവർ ചർച്ചകൾ നടത്തും എന്നുള്ള ഡൊണാൾഡ് ട്രംപിന്റെ അഭിപ്രായം എല്ലാം തന്നെ ഉണ്ട്. അത് കാരണം ഈവൻ ടെസ്ല 14% ഒരു ഫോള് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടിരുന്നു. മച്ചാൻ ബന്ധമായിരുന്നു എലൻ മസ്കും ട്രംപും തമ്മിലുണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ ബന്ധത്തിൽ ഒരു വിള്ളൽ സംഭവിച്ചതിനെ തുടർന്ന് ടെസ്ലയുടെ സ്റ്റോക്ക് 14% ഒരു ഫോള് ഉണ്ടായ ഒരു മാർക്കറ്റായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ മികച്ച ഒരു ജോബ് ഡേറ്റയും ചൈനയായിട്ട് ഈ ഒരു തിങ്കളാഴ്ച മീറ്റിങ്ങും എല്ലാം തന്നെ ഒപ്റ്റിമിസം US മാർക്കറ്റിലും അതുവഴി ഗ്ലോബൽ മാർക്കറ്റിലും എല്ലാം തന്നെ വന്നത് കാണാൻ സാധിക്കും. ഗ്ലോബൽ മാർക്കറ്റ് നമുക്കൊന്ന് നോക്കാം. നാസ്ഡാക്കും ഡോയും 231 പോയിന്റിന്റെയും 444 പോയിന്റിന്റെയും ഒരു പോസിറ്റിവിറ്റി ഉണ്ടായിരുന്നു. അതിന് മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റും മിക്സ്ഡ് ആയ രീതിയിൽ ട്രേഡിംഗ് അവസാനിച്ചു. അതിനർത്ഥം നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിനു ശേഷം ഗ്ലോബലി വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിച്ചത്. FIs ഇന്ത്യൻ മാർക്കറ്റിൽ ചെറിയ തോതിലെങ്കിൽ കൂടിയും സെല്ലിങ് തുടങ്ങിയിട്ടുണ്ട്. അതൊന്ന് വിലയിരുത്താം. FIs DIs ആക്ടിവിറ്റീസ് ആദ്യത്തെ കോളത്തിൽ FIs ആണ്. FIs കാണാം കഴിഞ്ഞ തിങ്കൾ ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ അവർ സെല്ല് ചെയ്തു. റെഡ് കളറിൽ കാണാൻ സാധിക്കും. DIs തൊട്ട് ഇപ്പുറ കോളത്തിൽ എല്ലാ ദിവസം ബയേഴ്സ് ആയിരുന്നു. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ FIs 2 ദിവസം മാത്രം ബൈ നടത്തി, 3 ദിവസം സെല്ലേഴ്സ് ആണ് ഉണ്ടായിരുന്നത് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ FIsന്റെ ഭാഗത്തു നിന്നുള്ള ആ ഒരു കോൺട്രിബ്യൂഷൻ ഇന്ത്യൻ മാർക്കറ്റിന് അത് വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ഒരു ഫാക്ടർ തന്നെയാണ്. ഇതാണ്. ഇനിയിപ്പോൾ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകളിൽ ഗ്ലോബൽ ഈവൻറ്റുകൾ നോക്കാം. ഗ്ലോബൽ ഈവൻറ്റിൽ US നിന്ന് ഇൻഫ്ലേഷൻ ഡേറ്റ ജൂൺ 11 ഉണ്ട് 6 PM. ജൂൺ 12 PPI ഡേറ്റ വരുന്നുണ്ട്. ചൈനയിൽ നിന്ന് ഇൻഫ്ലേഷൻ ഡേറ്റ 7 AM വരുന്നത് ജൂൺ 9. പിന്നെ വരുന്നുള്ളത് ജർമ്മൻ CPI ഇൻഫ്ലേഷൻ ഡേറ്റ ജൂൺ 13, 11:30 AM എല്ലാം ഇന്ത്യൻ സമയമാണ്. UK നിന്ന് GDP 11:30 AM ജൂൺ 12. ഇന്ത്യയിൽ നിന്ന് ഇൻഫ്ലേഷൻ ഡേറ്റ ജൂൺ 12. അപ്പോൾ ഈ ഒരാഴ്ച USന്റെയും ഇന്ത്യയുടെയും ഇൻഫ്ലേഷൻ ഡേറ്റ ഉണ്ടെന്ന് കാണാൻ സാധിക്കും. ജർമ്മനിയുടെയും ഇൻഫ്ലേഷൻ ഡേറ്റ ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് പ്രധാനമായിട്ടും RBIയുടെ മോണിറ്ററി പോളിസിയും US നിന്നും ജോബ് ഡേറ്റൊക്കെ ആണെങ്കിൽ ഈ ആഴ്ചയിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ള റെലവൻ്റ് ഉള്ള ഒരു ഈവൻ്റാണ്. ഇന്ത്യയുടെയും USന്റെയും ജർമ്മനിയുടെയും 3 രാജ്യങ്ങളുടെയും ഇൻഫ്ലേഷൻ വാർത്തകൾ വരുന്ന ആഴ്ചയാണ് ഈ ഒരാഴ്ച ഉള്ളത്. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. നമ്മൾ ചാനലിൽ നിങ്ങൾ എല്ലാ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്കും ഗ്രൂപ്പുകളിലേക്ക് എല്ലാം തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. സ്റ്റോക്കുകളുടെ വാർത്തകളിൽ ആദ്യം നിസാര ടെക്കായിട്ട് ബന്ധമുള്ള ന്യൂസാണ്. നിസാര ടെക്ക് സച്ചിൻ ടെണ്ടുൽക്കർ ബാക്കപ്പ് ചെയ്ത സ്മാഷ് എന്ന് പറഞ്ഞ കമ്പനീനെ 126 കോടി രൂപ കൊടുത്ത് അക്യൂർ ചെയ്യാനായിട്ട് തീരുമാനമെടുത്തിട്ടുണ്ട് എന്നുള്ള ന്യൂസ് ഉണ്ട്. ഇത് ബൈസെൽ റെക്കമെൻഡേഷൻ ഒന്നുമല്ല, വാർത്തകൾ മാത്രമാണ്. നിസാര ടെക് എന്ന് പറയുന്നത് ഒരു മൊബൈൽ ഗെയിമിംഗ് കമ്പനിയാണ്. സിസിലോൺ എനർജി കമ്പനി ഇവരുടെ പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പ് 20 കോടി രൂപ ഷെയർ 20 കോടി ഷെയർ അതായത് 1300 കോടി രൂപ പുറത്ത് വരുന്ന ഷെയർസ് ഇവരുടെ പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പ് വിൽക്കാനായിട്ടുള്ള ഒരു പദ്ധതി ഉണ്ട് എന്നുള്ള വാർത്തയുണ്ട്. PNC ഇൻഫ്ര കമ്പനി 240 കോടി രൂപയുടെ ഒരു ഫ്ലൈ ഓവർ പ്രൊജക്റ്റ് രാജസ്ഥാൻ PWD ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ലഭിച്ചതായിട്ട് കമ്പനി അറിയിച്ചു. ഹിന്ദുസ്ഥാൻ കോപ്പർ കമ്പനി ഇവർ ക്രിട്ടിക്കൽ മൈനിങ് പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് റൈറ്റ്സ് ആയിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. ലുപ്പിൻ ഫാർമ കമ്പനിയാണ്. ഇവിടെ പുതിയ മെഡിസിന് US ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം കിട്ടിയതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. GRC കമ്പനി ഡെൻമാർക്ക് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്രൂയിസ് സെഗ്മെന്റിലുള്ള ഒരു കമ്പനിയായിട്ടൊരു പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു.
IEXL എന്ന് തന്നെ ഇവിടെ എക്സ്പോർട്ട് വോളിയം 14% വർദ്ധിച്ചതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. സെൻകോ ഗോൾഡ് കമ്പനി ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഇവരുടെ ഗ്രോത്ത് പൊട്ടൻഷ്യൽ 20% ആയിട്ട് കമ്പനി തീരുമാനിച്ചു. ടാറ്റ കമ്മ്യൂണിക്കേഷൻ കമ്പനി ഇവർ പുതിയ TGN IA2 കേബിൾ കണക്ടിവിറ്റി, സിംഗപ്പൂർ, ഹോങ്കോങ്, ജപ്പാൻ കണക്ടിവിറ്റി, ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പുതിയ കേബിൾ ഇവർ ലോഞ്ച് ചെയ്തു എന്നുള്ള ന്യൂസ്. ഡിക്സൺ കമ്പനി ഹോങ്കോങ്ങായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ജോയിൻറ്റ് വെഞ്ചർ കരാറിൽ ഏർപ്പെട്ടു. ബജാജ് ഫിനാൻസ് എല്ലാം തന്നെ റെക്കോർഡ് ഡേറ്റ് ജൂൺ 16 ഇവരുടെ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് ഉള്ളത്. ജെജിജി ഇൻഫ്ര കമ്പനി 546 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. കർണക്സ് മൈക്രോസിസ്റ്റം കമ്പനി അവർക്ക് $1.83 ബില്യൺ ഒരു ഓർഡർ ലഭിച്ചതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. 1.83 ബില്യൺ റുപ്പീസിൻ്റെ ഓർഡറാണ്, ബില്യൺ അല്ല. പ്രസ്റ്റീജ് കമ്പനി ഇവർ കനോപ്പി ലീവിംഗ് LLP ആയിട്ട് ഒരു പുതിയ ജോയിൻറ്റ് വെഞ്ചർ കരാറിൽ ഏർപ്പെട്ടു. MCX മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ഇനി മുതൽ ഇലക്ട്രിസിറ്റി ഡെറിവേറ്റീവ് വരികയാണ് MCXൽ, അത് സെബി അപ്രൂവ് കൊടുത്തു. മഹീന്ദ്ര EPC കമ്പനി 4 CR ഇറിഗേഷൻ ഓർഡർ ലഭിച്ചു. JK സിമെൻറ്റ് കമ്പനി സൈഫ്കോ കമ്പനിയുടെ 60% സ്റ്റേക്ക് അക്വയർ ചെയ്തു. JK ടയർ കമ്പനി ഇവർ 1 മില്യൺ യൂണിറ്റ് കപ്പാസിറ്റിയാണ് ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ എയിം ചെയ്യുന്നത് എന്നുള്ള ന്യൂസ്. BEL കമ്പനി സെമി കണ്ടക്ടർ ബിസിനസ്സുകളെല്ലാം തന്നെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവർ ഒരു പുതിയ ടാറ്റ ഇലക്ട്രോണിക്സ് ആയിട്ട് പുതിയ ജോയിൻറ്റ് വെഞ്ചർ കരാറിൽ ഏർപ്പെട്ടു. UPL കമ്പനി ബ്രസീലിൽ ഇവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുകയാണ് എന്നുള്ള ന്യൂസ് ഉണ്ട്. നമുക്ക് ഇന്നത്തെ ഒരു ചിന്താ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ, നമ്മൾ നേരത്തെ ഒരു ന്യൂസ് കണ്ടിരുന്നു, ഈ MCXന് ഈ ഇലക്ട്രിസിറ്റി ഡെറിവേറ്റീവ് സെഗ്മെൻറ്റിലുള്ള ഒരു ട്രേഡ് സെബി അംഗീകാരം കൊടുത്തു എന്നുള്ള ന്യൂസ്. പല ആളുകളും പല സമയങ്ങളിലും പറഞ്ഞത് കേൾക്കാറുണ്ട്, ഈ ഞങ്ങൾ മാർക്കറ്റ് സമയത്ത് ഇവിടെ ഇല്ല, ഓഫീസിലാണ്, ട്രേഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. എന്നാൽ ഇവർക്ക് നമ്മുടെ നമ്മളെ സ്റ്റോക്ക് നിങ്ങൾ ഉപയോഗിക്കുന്ന ബ്രോക്കർ ഉപയോഗിച്ചിട്ട് വൈകിട്ട് ഓഫീസ് സമയത്തിന് ശേഷം ട്രേഡ് ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റി ഉണ്ട്. അതും ഇന്ത്യൻ മാർക്കറ്റിൽ. ഏതാണ് ട്രേഡ് ചെയ്യുന്നത്? നമ്മൾ ക്രൂഡ് ഓയിലും ഗോൾഡും. അത് ഡെറിവേറ്റീവ് സെഗ്മെൻറ്റാണ്. നമ്മുടെ ബ്രോക്കറിൽ എങ്ങനെയാണോ ഈ കമ്മോഡിറ്റി സെഗ്മെൻറ്റാണ്, അത് എങ്ങനെയാണോ ഡെറിവേറ്റീവ് ആക്ടിവേറ്റ് ചെയ്തത്, അതുപോലെ തന്നെ കമ്മോഡിറ്റി ആക്ടിവേറ്റ് ചെയ്താൽ നമുക്ക് ഈ പറയുന്ന ഡെറിവേറ്റീവ് മാർക്കറ്റിൽ രാത്രി 11:30 വരെയുണ്ട്. എല്ലാ ആൾക്കാരും ചെയ്യണമെന്നല്ല, പക്ഷെ അതിനുള്ളൊരു സാഹചര്യം ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിലുണ്ട്. അല്ലാതെ നമ്മൾ ഈ വേറെ കുറച്ചും കൂടിയും റിസ്കി ആയിട്ടുള്ള ഫോറക്സിലേക്കൊന്നും പോകേണ്ട സാഹചര്യം നിലവിലില്ല. കാരണം ഇവിടെ 11:30 വരെ എല്ലാ ദിവസവും കമ്മോഡിറ്റിയിൽ ട്രേഡിങ് നടക്കുന്നുണ്ട്. നമ്മൾ കമ്മോഡിറ്റിയുടെ കോഴ്സും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് പറയുന്നതല്ല, മറിച്ച് ഇങ്ങനൊരു ട്രേഡ് ഇവിടെയുണ്ട്. ഗോൾഡും ക്രൂഡും എല്ലാം തന്നെ നമ്മളുടെ ഇന്ത്യൻ ബ്രോക്കർ ഉപയോഗിച്ച് നമുക്ക് നമ്മളുടെ INR-ലൂടെ തന്നെ നമുക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കും. ഡെറിവേറ്റീവിലാണെന്ന് മാത്രം. അപ്പോൾ ഡെറിവേറ്റീവ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ കോഴ്സിൽ ഡെറിവേറ്റീവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കമ്മോഡിറ്റിയോടൊപ്പം തന്നെ. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് ജോയിൻ ചെയ്യാം. ഇതൊരു പുതിയ അറിവായിട്ട് അല്ലാത്ത ആളുകൾക്ക് എടുക്കാം. അപ്പോൾ നാളെ രാവിലെ 7:00 മുമ്പായിട്ടൊക്കെ എത്താം. താങ്ക് യു ആൾ.